ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പണികളൊക്കെ തീർത്തിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് നടാമെന്ന് വിചാരിച്ചു. എനിക്ക് ചെടികൾ തൈ നടുന്നതിലും ഇഷ്ടം ഇതുപോലത്തെ കട്ടിങ്സ് നടുന്നതാണ് കേട്ടോ. നമ്മളെ ചട്ടിയിലുള്ള ചെടികളൊക്കെ പോയി കേട്ടോ. ചെറിയ എന്താ പറയുക, കുറഞ്ഞ ചട്ടികളിൽ മാത്രം ചെറുതായിട്ട് ചെടികളൊക്കെ ഉള്ളൂ. അങ്ങനെ ചെടി നടാൻ ശാലുമോനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് നനച്ച് പൊതിർത്തി എടുക്കണം. എന്നിട്ട് ചട്ടിയിലുള്ള മണ്ണ് തന്നെ എടുത്തിട്ട് പിന്നെ ചകിരിച്ചോറും പിന്നെ കുറച്ച് ചാണകപ്പൊടി ഉണ്ടായിരുന്നു, അതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ മണ്ണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മണ്ണ് ഓരോ ചട്ടിയിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ. എനിക്കൊക്കെ ഉണ്ടാക്കി തന്നതാണ്. കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം, 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില ചട്ടികളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രതീക്ഷയിൽ തുടങ്ങിയ ചാനലാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മണ്ണൊക്കെ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ചെടികളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മണി പ്ലാന്റൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ പൂക്കളില്ലാത്ത ചെടികളില്ലേ, അതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നട്ടിട്ട് പിന്നെ ഇതിൽ എന്താ പറയുക, നല്ല ഇതായി വന്നിട്ട് പിന്നെ നമുക്ക് മാറ്റി നിലത്തൊക്കെ നട്ടു കൊടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിന് പറ്റിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ആദ്യം ചട്ടിയിൽ നട്ട് കൊടുത്തിട്ട് തോനായി വരുമ്പോൾ പിന്നെ മാറ്റി നട്ടു കൊടുക്കണം ഇൻഷാ അല്ലാ. ഈ ചെടികളൊക്കെ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരെ വീട്. പിന്നെ അപ്പോൾ രാവിലെ കണ്ട് സംസാരിച്ചപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ മുറ്റത്ത് ഇങ്ങനെ മുറ്റടിച്ച് വരികയൊക്കെ ആയിരുന്നു. അപ്പം ആ ടൈമിൽ അവളോട് സംസാരിച്ച കൂട്ടത്തിൽ ചെടി വേണമെങ്കിൽ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതായിരുന്നു അവളെ കൂടെ. നമ്മളിതുപോലെ കട്ടിങ്സ് നട്ടിട്ട് പിന്നെ അത് ചെടിയായി വരുമ്പോൾ, നനച്ചൊക്കെ കൊടുത്ത് ചെടിയായി വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. നമ്മൾ വാങ്ങി നടുന്നതിലും സന്തോഷമാണ് കേട്ടോ ഇതുപോലെ ചെയ്യുമ്പം. എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്താ പറയുക, അധികമൊന്നും ഇങ്ങനെ കട്ടിങ്സ് ഒന്നും നട്ടിട്ടില്ല കേട്ടോ. കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. ബോൾസൊക്കെയാണ് വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ദിവസം കാരാപ്പുഴ പോയിരുന്നു, ആ ടൈമിൽ അവിടെ അടുത്തുള്ളൊരു ഫാമിൽ നിന്ന്. പക്ഷേ അത് ആ ഒരു ടൈമിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഫ്ലവറൊക്കെ ഫുള്ളായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് നല്ല രസമായിരുന്നു. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകും. പിന്നെ നമ്മൾ ചെറിയ തൈയിൽ നിന്ന് തന്നെ ഇപ്പോൾ കൊമ്പൊക്കെ നട്ടിട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് കുറേ കാലം നിൽക്കുമല്ലോ. അങ്ങനെ കിട്ടിയ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അടിച്ചു വാരി ഇടുകയൊക്കെ ചെയ്തു. എന്നിട്ടത് പിന്നെ ആ സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ, ഉള്ളതിൽ അങ്ങനെ ചെയ്തെടുക്കാം, മഴയല്ലേ. അപ്പം ചട്ടിയൊന്നും അങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാ ചട്ടികളും അങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വെക്കുന്നില്ല. ഞാൻ സാധാരണ ചെടി നടുമ്പോൾ ബാക്കിൽ വെച്ചിട്ട് പിന്നെ ചെടികളൊക്കെ ഒന്ന് പിടിച്ച് ഒരുവിധം തൈയായി വരുമ്പോഴാണ് കേട്ടോ ഫ്രണ്ടിലോട്ട് വെക്കൽ. ഇനി പൂവുണ്ടാവുന്നതൊക്കെ ആണെങ്കിൽ മുട്ടിടുന്ന ആ ടൈമിലൊക്കെയാണ് ഫ്രണ്ടിലോട്ട് വെക്കലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചെയ്യാണ്, ബാക്കിൽ തന്നെയാണ് വെക്കുന്നത് വീടിൻ്റെ. ആ ടൈമിലൊക്കെ നമ്മളെ 2 ആൾക്കാർ നല്ല സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, തിന്നാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇതുതന്നെയാണ് ചെടി നട്ടാലുള്ള കുഴപ്പം കേട്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ അങ്ങനെ തിന്നൊന്നുമില്ല. പിന്നെ ഇപ്പം നട്ട ചെടികളിൽ കോഴിക്ക് തിന്നാൻ പറ്റിയ ചെടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ പേടിക്കാനും ഇല്ല. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നനച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ചട്ടി ബാലൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെടി ബാലൻസ് വന്നിട്ടുണ്ട്, അത് നിലത്ത് എവിടെയെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സൈഡൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടെർട്ടിൽ വൈന് കുറച്ചുണ്ട്, അതൊന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ ആദ്യം ടെർട്ടിൽ വൈന് സെറ്റ് ചെയ്തെടുത്തൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ആ കല്ല് ഇങ്ങനെ നെല്ലൊക്കെ എന്തോ ചെയ്യുന്നത് ആദ്യം ഇവർ, ഞാൻ പറഞ്ഞില്ല വയലൊക്കെ ഉള്ള ടൈമിൽ ഇവർ കൊയ്യാനോ എന്തിനോ ഉപയോഗിച്ചിരുന്ന കല്ലാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ മേലെ വെള്ളം വീഴുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെയ്യൂലേ ചട്ടി വെച്ചിട്ട്. അപ്പോൾ ആദ്യം മൺചട്ടി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഉപയോഗിക്കാത്ത മൺചട്ടി ചെറുതില്ല, വലുതൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പ്ലാസ്റ്റിക്കിന് നമ്മൾ ചെടിയൊക്കെ വാങ്ങുമ്പോഴുള്ള ചട്ടിയിൽ തന്നെ അങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു ചട്ടിയിൽ കുറച്ച് ടെർട്ടിൽ വൈന് നട്ടിട്ട് പിന്നെ അതവിടെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മേലെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അത് നട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തെ ചട്ടീൻ്റെ താഴെ കുറച്ച് മണ്ണൊന്ന് ഒരു ചെറിയൊരു കുന്ന് പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലും കുറച്ച് നട്ട് കൊടുക്കണം. പക്ഷേ അതിലേക്കുള്ള ചെടി കയ്യിലില്ല. ഇനി ഇതിന്ന് ഇങ്ങനെ ഉണ്ടായി വരുമ്പം താഴെ കുറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ചെടിയുണ്ട്, അത് പിന്നെ മണ്ണ് സെറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ ചെറുതായിട്ട് കുത്തി കൊടുക്കണം. ഇത് പിന്നെ പെട്ടെന്ന് സ്പ്രെഡ് ആവില്ലേ, നമ്മൾ മഴച്ചാറ്റിലൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചെടിയാണല്ലോ ഇത്.
അപ്പം മണ്ണ് അവിടെ താഴെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ മണ്ണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിലുള്ള കുറച്ച് ടർട്ടിൽ വൈൻ്റെ കട്ടിങ്സ് അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെയും പറയുന്നത് എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.